പ്രേക്ഷകർക്ക് മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സംഖ്യ തിരഞ്ഞെടുക്കൂ. ഇഷ്ട വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ പറയാം. നിങ്ങൾ ഇഷ്ട വ്യക്തിയെ ഓർത്ത് സംഖ്യ തിരഞ്ഞെടുക്കുക. 2 ഫയലുകൾ നൽകിയിരിക്കുന്ന ഏതെങ്കിലും ഒരു സംഖ്യ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് ഒന്നാമത്തെ സംഖ്യയായ 5 തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലാണ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളറിയാത്ത ചില കാര്യങ്ങളാണ് നാം പറയുന്നത്. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് പിന്തുണ നൽകുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. എന്ത് പ്രതിസന്ധി നിങ്ങൾ പറഞ്ഞാലും നോ പറയാതെ വളരെ പോസിറ്റീവായിട്ട് പറയുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് പല കാര്യത്തിലും പേടിയും ഭയവും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ വ്യക്തി അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യം പകരാറുണ്ട്. എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ആ വ്യക്തിയിലുണ്ട്. ആ പോസിറ്റീവ് എനർജിയുടെ ഒരു കരുത്തിലാണ് സത്യത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ വ്യക്തി ഏറ്റവും തികഞ്ഞ ഒരു പോസിറ്റീവ് എനർജിയുടെ ഉദാഹരണമാണ്. എന്തിനും പോന്ന, എല്ലാം അറിയുന്ന, എല്ലാത്തിനോടും മനസ്സാന്നിധ്യമുള്ള, എന്ത് കാര്യത്തിലും ഒരു പോംവഴി കാണുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തിയോടൊപ്പമുള്ള ജീവിതം ദുഃഖകരമാകുകയില്ല. ആ വ്യക്തി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്നു. എല്ലാത്തിനും ഉൾക്കൊള്ളുവാനും എല്ലാം ഭദ്രമാക്കാനുമുള്ള ആ വ്യക്തിയുടെ കഴിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാത്തിനോടും പോസിറ്റീവ് സമീപനമാണ് ആ വ്യക്തി കാണിക്കുന്നത്. ആ വ്യക്തിയുടെ ഉള്ളിൽ ഉള്ള ദുഃഖങ്ങളും ആ വ്യക്തിയുടെ ഉള്ളിലുള്ള വിഷമങ്ങളും ഒക്കെ ആ വ്യക്തി മനസ്സിൽ ഒതുക്കി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുകയും നിങ്ങളെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുന്നൊരു മനസ്സാണ്. എന്നും ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന പിന്തുണയുടെ ബലം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് ശക്തമായ പിന്തുണ എന്നും ആ വ്യക്തി നൽകാറുമുണ്ട്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് നിങ്ങളെ ആ വ്യക്തി സംരക്ഷിച്ചിട്ടുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ വിശാലതയും നന്മയും നിങ്ങൾക്ക് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പലപ്പോഴും ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ദുഃഖങ്ങൾ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതി ആ വ്യക്തി കാണിക്കാറില്ല. ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ദുഃഖങ്ങൾ എല്ലാം ആ വ്യക്തി തന്നെ സഹിച്ച് മുന്നോട്ട് പോവുകയാണ്. ആരോടും ഒരു അലോസരം ഒരിക്കലും കാണിക്കാറില്ല. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ വ്യക്തി വളരെ ഉയർന്ന തലത്തിൽ ഉയർന്നു വരും. ഇന്നിപ്പോൾ ആ വ്യക്തിയുടെ നേട്ടങ്ങളും ഇന്നിപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലെ മുന്നേറ്റങ്ങൾ നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ കാണുന്നതിനേക്കാൾ കൂടുതൽ, നിങ്ങൾ കണ്ടതിനേക്കാൾ കൂടുതൽ ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ ആ വ്യക്തി ഉണ്ടാക്കും. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. ജീവിതത്തിൽ അങ്ങനെയുള്ള പോസിറ്റിവിറ്റിയിലൂടെ ആ വ്യക്തി വലിയ വളർച്ചയിലേക്ക് എത്തും. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ആ വ്യക്തി കരസ്ഥമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് കൂടി അഭിമാനകരമായ നേട്ടങ്ങളിലേക്ക് ആ വ്യക്തി എത്തും. അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുണ്ടാക്കും. നിങ്ങൾക്ക് എന്നും അഭിമാനിക്കാവുന്ന രീതിയിൽ വലിയ ഉയർച്ചയിൽ, വലിയ തലത്തിൽ, വലിയ മുന്നേറ്റത്തിൽ ആ വ്യക്തി എത്തും. ആ വ്യക്തി എന്നെന്നും അതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, എന്നെന്നും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. വളരെ സമ്പൂർണമായൊരു ജീവിതം, വളരെ ഭദ്രമായൊരു ജീവിതം ആ വ്യക്തിക്കൊപ്പം നിങ്ങൾക്ക് എന്നും ഉണ്ടാവും. അടുത്തതായിട്ട് 4 എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. വലിയ വൈകാരികത ഉള്ള സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെ അതിര് കവിഞ്ഞിഷ്ടമാണ്. നിങ്ങളോടുള്ള ഇഷ്ടം പലപ്പോഴും കാണിക്കുന്നത് ഒരു ഭ്രാന്തൻ നിലപാടിലൂടെയൊക്കെ ആയാലും അത്ഭുതപ്പെടാനില്ല. പറഞ്ഞ വാക്ക് പാലിക്കുകയും പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുകയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള മനസ്സുമുള്ളൊരു വ്യക്തിയാണ്. ഒരിക്കലും പറഞ്ഞ വാക്ക് പിൻവലിക്കാറില്ല. ജീവൻ പോയാലും പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കും. നിങ്ങൾക്ക് സപ്പോർട്ട് നൽകാനും നിങ്ങൾക്ക് പിന്തുണ നൽകുവാനുമായിട്ട് എന്നെന്നും പ്രതിജ്ഞാബദ്ധമായൊരു വ്യക്തിയാണ്. ഒരിക്കൽ പോലും ആദർശശുദ്ധി വിട്ടുകളഞ്ഞൊരു ജീവിതമില്ല. നിങ്ങളാണെങ്കിലും ഏറ്റവും കൂടുതൽ ആ വ്യക്തി സ്നേഹിക്കുന്ന നിങ്ങളാണെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് കൃത്യമായി വിളിച്ചു പറയുന്ന
ധൈര്യമുള്ളൊരു വ്യക്തിയാണ്. എപ്പോഴും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ശക്തമായി നിലപാടെടുത്ത് ശക്തമായി നിലകൊള്ളാനുള്ള ശക്തി ആ വ്യക്തിക്കുണ്ട്. എത്രയോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉറച്ച നിലപാടുമായിട്ട് ആ വ്യക്തി മുന്നോട്ട് പോയിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ടും എല്ലാ പ്രശ്നങ്ങളെയും അതിജയിച്ചുകൊണ്ടും ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള ശേഷിയുമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സങ്കീർണതകളും ഉണ്ടായപ്പോഴും എല്ലാത്തിനെയും തരണം ചെയ്തുകൊണ്ട് നിലപാടെടുത്ത് നിൽക്കാനും ആ വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തരണം ചെയ്തുകൊണ്ട് നിലനിന്നത് നിങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണ്. പലപ്പോഴും നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ തന്നെ മറ്റുള്ളവരുമായിട്ട് വഴക്കടിച്ച് ഒരുപാട് ശത്രുത ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നും മനസ്സിൽ മറച്ചു വെക്കുന്ന സ്വഭാവ സവിശേഷതയുള്ള വ്യക്തിയല്ല. എല്ലാം തുറന്ന് പറയുകയും എല്ലാ കാര്യങ്ങളും മനസ്സിൽ തോന്നുന്നത് വെട്ടി തുറന്ന് പറയുകയൊക്കെ ചെയ്യുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ആ വ്യക്തിയോട് വെറുപ്പ് തുടക്കത്തിൽ തോന്നും. പക്ഷേ പിന്നീട് ആ വ്യക്തിയുടെ സത്യസന്ധമായ നിലപാടുകളും ആദർശശുദ്ധിയും ഏവരെയും ആകർഷിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തും. മനസ്സിൽ ഒരുപാട് ആശയങ്ങളും ഒരുപാട് ഐഡിയകളും ഉള്ള വ്യക്തിയാണ്. നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ സ്നേഹപ്രകടനം കുറവായിരിക്കും. ഉള്ളിൽ ഒരു ഭ്രാന്തമായ സ്നേഹം ഉണ്ടാകുമ്പോഴും പുറമെ അത് കാണിക്കുന്നതിൽ ആ വ്യക്തി പിശുക്ക് കാണിക്കാറുണ്ട്. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തുടക്കത്തിൽ തോന്നുമെങ്കിലും ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ പ്രവേശിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വ്യക്തി ഒരു പഞ്ചപാവമാണ് എന്നുള്ള ഇതാണ്. ലോകം മുഴുവനും തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വ്യക്തിയാണ്. മറ്റുള്ളവർ ഈ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞതും പറഞ്ഞുണ്ടാക്കിയതൊന്നും പലപ്പോഴും ശരിയാവണമെന്നില്ല. ജീവിതത്തിൽ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ്. പക്ഷേ ആ കഴിവിൻ്റെ അനുസരിച്ച് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ വ്യക്തിക്ക് സാധിച്ചിട്ടില്ല, അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. പക്ഷേ ഈശ്വരൻ ഈ വ്യക്തിയെ അനുഗ്രഹിക്കുകയും ഈ വ്യക്തിയോടൊപ്പമുള്ള നിങ്ങളുടെ ജീവിതം ധന്യമാകുകയൊക്കെ ചെയ്യും. കാരണം ഒരുപാട് കഷ്ടപ്പാടുകളും വേദനകളും യാതനകളും അനുഭവിച്ചതിന് ശേഷം ജീവിതത്തിലൊരു സമ്പൂർണ്ണത ലഭിക്കുന്നൊരു വ്യക്തിയായിരിക്കും ഈ വ്യക്തി. ആ സമ്പൂർണ്ണതയുടെ പങ്ക് പറ്റാൻ നിങ്ങൾക്കും സാധിക്കും. നിങ്ങളും എന്നും ഉണ്ടാകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ഉള്ളതിൽ മനസ്സ് തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം ഈ വ്യക്തിക്കുണ്ട്. തന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുകയാണ് ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ ദൗത്യം. അല്ലാതെ ഭൗതികമായ നേട്ടങ്ങൾക്ക് പുറമേ പോവുക, ഭൗതികമായ നേട്ടങ്ങൾ കുറേ സമ്പാദിക്കുക, അങ്ങനെ ഒരു ജീവിതഗതിയല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമല്ല ഈ വ്യക്തിക്കുള്ളത്. നിങ്ങൾക്ക് ഈ വ്യക്തിയോടൊപ്പമുള്ള ജീവിതം സന്തോഷകരമായിരിക്കും. കൂടുതൽ കാലം ജീവിച്ചു വരുമ്പോൾ കൂടുതൽ സന്തോഷകരമായിട്ടത് മാറുകയും ചെയ്യും. തുടക്കത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഞാൻ നഷ്ടം ഭവിച്ച ഒരാളാണോ, പക്ഷേ ജീവിതം മുന്നോട്ട് പോകുമ്പോഴായിരിക്കും അതിൻ്റെ യഥാർത്ഥ സംതൃപ്തി നിങ്ങൾ അറിയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.